സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യനിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുന്നവരുടെ യോഗ്യതകൾ എന്നുള്ള വിഷയം നാം കൈകാര്യം ചെയ്തു വരുമ്പോൾ 4-ാമത്തെ പോയിന്റിൽ തീത്തോസ് ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം എന്ന പോയിന്റ് നാം പറഞ്ഞപ്പോൾ, കൊരിന്ത ലേഖനവുമായി നമ്മുടെ വിഷയം ബന്ധപ്പെട്ടു വന്നപ്പോൾ 15-ാം അധ്യായത്തിൽ ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊരിന്ത ലേഖനം പഠിക്കുകയല്ല, പക്ഷെ ഓരോ അധ്യായത്തിലും ഏതൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് ഈ വിഷയത്തിലേക്ക് വരുന്നുള്ളത് നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാൻ കഴിയില്ല. അപ്പൊ 1-ാം അധ്യായം, കൊരിന്ത്യർക്ക് 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം ഗ്രൂപ്പിസം ഒഴിവാക്കണം എന്നുള്ളതാണ്. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. പക്ഷം പിടിച്ചുള്ള രീതികൾ ശരിയല്ല എന്ന് പൗലോസ് വളരെ വ്യക്തമായി വചനത്തിലൂടെ തെളിയിക്കുന്നു. അത് കുടുംബജീവിതത്തിലാണെങ്കിലും ശരി, സഭാജീവിതത്തിലാണെങ്കിലും ശരി, ഔദ്യോഗിക മേഖലയിലാണെങ്കിലും ശരി, പക്ഷം പിടിച്ചുള്ള രീതി ആത്മീകന് ചേർന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കും. എല്ലാവരോടും ഒരുപോലെ ഇടപെടാനും സഹകരിക്കാനും കഴിയണം. 2-ാം അധ്യായത്തിലെ വിഷയം വചനം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യനായി വചനം കൈക്കൊള്ളാതിരിക്കുന്ന അവസ്ഥ, അതിനും വ്യത്യാസം വന്നേ മതിയാവും. എന്ന് പറഞ്ഞാൽ വചനത്തെക്കാൾ അധികമായി മറ്റു പലതും കേൾക്കാനും ഗ്രഹിക്കാനും എൻജോയ് ചെയ്യാനും അതിനുവേണ്ടി സമയം ചെലവിടാനും ഒക്കെ ധാരാളം ആളുകൾ ഉള്ളപ്പോൾ വചനത്തിന്റെ മുമ്പാകെ സമയം ചെലവഴിപ്പാനും വചനം വായിക്കാനും വചനം ധ്യാനിക്കാനും അത് ഏറ്റെടുക്കാനും പലപ്പോഴും കഴിയാതെ പോകുന്നതും നമ്മുടെ പുനരുദ്ധാനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 5-ാം അധ്യായത്തിലേക്കല്ലേ വരുന്നത്, അപ്പൊ അത് പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. എങ്ങനെയാലും തന്നിഷ്ടപ്രകാരം ജീവിച്ചിട്ട് കാഹളം കേൾക്കുമ്പോൾ പോകുന്നു പറഞ്ഞിരുന്നാൽ ഒക്കുവോ? നടക്കുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത്. 2-ാം അധ്യായം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 3-ാം അധ്യായത്തിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ എന്താ പറയാ, ശൈശവത്വം പോയിട്ടില്ല. ആത്മീക ശൈശവത്വം കട്ടിയുള്ളതൊന്നും അവർക്ക് പറ്റുകയില്ല. എന്ത് കാര്യം മനസ്സിലാക്കി അങ്ങനെയാണ്, എന്ത് കാര്യം പറഞ്ഞാലും ഒന്നും ഉൾക്കൊള്ളുകയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ ഉദ്ദേശിച്ചല്ലേ? അല്ലേലും എനിക്ക് അറിയാറുണ്ട് അങ്ങനെ പറയുമെന്ന്. ഞാൻ അന്നേരെ ഓർത്തുള്ളത് എന്നോട് തന്നെ, എന്നെ ഉദ്ദേശിച്ച, എന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എന്നെ ഉദ്ദേശിച്ച തന്നെയല്ലേ. കണ്ടോ എന്താ കാര്യം അറിയാമോ? നമ്മൾ കട്ടിയായിട്ടുള്ള ഡോക്ടർ വയസ്സിലേക്ക് വരുമ്പോൾ, ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ അത് അവരോട് എന്തോ പരോക്ഷമായി നമ്മൾ പറഞ്ഞു വെച്ചതാണെന്നൊരു തോന്നൽ ഉണ്ടാകുന്നതും അപകടമാണ്. ആധ്യാത്മിക ശൈശവത്തിന്റെ ലക്ഷണമാണ്. ഈ 3-ാം അധ്യായത്തിന്റെ വിഷയം ഞാൻ അത്ര സ്പീഡിൽ കൊണ്ടുപോകില്ല, അല്പ ടൈം എടുക്കും. കാരണം ആത്മീക വളർച്ച എന്ന വിഷയം നാം പഠിക്കുമ്പോൾ ആത്മീക ശൈശവത്വം എന്താണെന്ന് കൂടെ അറിയണം. അതിന് ഞാൻ അതുകൊണ്ട് ഈ ആത്മീക ശൈശവത്വം എന്ന വിഷയം ഒന്ന് എങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞിട്ട്, വളരാൻ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ വളരണം, ഏതിനാൽ വളരണം എന്നൊക്കെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഇന്നെല്ലാം തീരത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിലും തീരുന്നത്രോളം തീരട്ടെ, അങ്ങനെ പോകാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ആ കൊരിന്ത്യത്തിന്റെ വാക്യം ഒന്ന് വായിച്ചിട്ട് വരാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം ഒന്ന് വായിച്ച്, ആരെങ്കിലും ദൈവവചനം തുറന്ന് കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗം ഒന്ന് വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടല്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ
നിങ്ങൾ ആ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? മതി. നമ്മൾ ആ വാക്യം വായിച്ചപ്പോഴേ കാര്യം പിടികിട്ടി. കണ്ടോ? ശിശുക്കളാണ്. നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല. സ്തോത്രം. ഗഹനമേറിയ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മാത്രമല്ല നിങ്ങൾ ജഡീകന്മാരാകുന്നു. അതുകൊണ്ട് തന്നെ ജഡികന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡപ്രകാരം ജീവിക്കുന്ന എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ആത്മിക ശൈശവത്വവും ജഡികത്വമാണെന്ന് വാക്യം തെളിവായി പറയുന്നു. കണ്ടോ? അപ്പോൾ ഗഹനമേറിയ കാര്യങ്ങൾ, ഗൗരവമുള്ള വിഷയങ്ങളൊന്നും ഇവർക്ക് പറ്റുന്നില്ല. കണ്ടോ? അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും അത് നിമിത്തം വരുന്നു. ഞാൻ അതുകൊണ്ട് ഈ പറഞ്ഞ ജഡീകന്റെ അല്ലെങ്കിൽ ആത്മീക ശൈശവത്വത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു 3-4 പോയിന്റ് ഇപ്പൊ ചിന്തിക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ ഈ ജഡീകന്റെ കാർണൽ മേൻ എങ്ങനെ തിരിച്ചറിയാം. ഒന്നാമത്തെ വിഷയം, നമ്മൾ ഒന്നാം വാക്യം നമ്മൾ വായിച്ചു, അവർ ശിശുക്കളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ശൈശവത്വം വിട്ട് പുരുഷത്വത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ശിശുവിന്റെ എല്ലാ ചാബല്യങ്ങളും ത്യജിച്ചിട്ടാണ് ഒരാൾ പുരുഷനായി മാറുന്നത്. ശരിയല്ലേ? അതോ 60 വയസ്സാൾ ഇപ്പോഴും എനിക്ക് മുട്ടായി തന്നില്ലെന്നും പറഞ്ഞ് മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് 2 മുട്ടായി കൊണ്ടുവന്നു. ചില വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ പ്രായമുള്ളത്. അതിന് പിള്ളേർക്ക് 2 മുട്ടായി കൊടുത്തപ്പോ ഒരെണ്ണം ഞാൻ ഇവിടെ ഇരിക്കില്ല, എനിക്കൂടെ തരണ്ടേ? വയസ്സ് 60 പിള്ളേരുടെ മുട്ടായി ഇപ്പോഴും വേണമെന്നാ. കണ്ടോ? അപ്പോൾ പുരുഷനായാൽ അല്ലെങ്കിൽ പക്വതയിലേക്ക് വരുന്ന ഒരാള് നാടൻ ഭാഷ പറഞ്ഞാൽ കുട്ടിത്തമെല്ലാം വിട്ടുകളയും. സ്തോത്രം. ഇത് ആത്മീയരുടെ ഇടയിലുണ്ട്. അതാ രസം. ഇപ്പോഴും ആത്മീക ശൈശവത്വം വിട്ടു കളഞ്ഞിട്ടില്ല. നിസ്സാര കാര്യത്തിന് കയറി അങ്ങ് മുറുകെ പിടിച്ചു കളയും. സ്തോത്രം. ഞാൻ അവർക്ക് അങ്ങനെയാണെങ്കിൽ പൗലോസൊക്കെ എന്തോ ചെയ്യണമായിരുന്നു. ദൈവമേ, പറഞ്ഞത് നോക്കിയത് ഒത്തില്ല എന്നുള്ള കാര്യത്തിൽ നമ്മളെ ഈർഷ്യം മണക്കവും ഇതൊക്കെ ഉണ്ടാകുന്ന സ്ഥിതിക്ക് പൗലോസൊക്കെ ആ കാര്യത്തിൽ എന്തോ ചെയ്യണം. പൗലോസിനെ കുറിച്ചൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ 14 ലേഖനങ്ങൾ എഴുതി തന്ന പൗലോസിനെ ജനം വിളിച്ച് കണ്ടോ, ആ വിടുവായെന്ന്. ആര്? പൗലോസ് വിടുവായനാണോ? തന്റെ പ്രസംഗം കേട്ട ജനം പറഞ്ഞ വിടുവായൻ. എങ്ങനുണ്ട്? നമ്മളാണ് അന്ന് ആ ദേശം കലക്കി മറിച്ചിട്ടേ പോലുള്ളായിരുന്നു. പൗലൂസിന്റെ യോഗ്യത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അവൻ ആരാന്നുള്ളത്. അവൻ എന്ന് പറയാൻ പാടില്ല, വന്ന ശരിക്കങ്ങ് അറിയാതെ വന്നതാ. പൗലൂസ് ആരാണെന്ന് ആലോചിച്ച് നോക്കിയേ. തന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്ക്. അന്നേക്കാലത്തെ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായി ഹൈലി എഡ്യൂക്കേറ്റഡ് ആയുള്ള മനുഷ്യൻ പൗലൂസ് മാത്രമായിരുന്നു. കോയിനെ ഗ്രീക്കിലൊന്നും അല്ല പൗലൂസ് കൈകാര്യം ചെയ്ത്. അതൊക്കെ ചുമ്മാ ബൈബിളെ പഠിപ്പിക്കുന്ന കോയിനെ ഗ്രീക്ക് ആണെന്നും ഒക്കെ അങ്ങനൊന്നും അല്ല. നല്ല ക്ലാസിക്കൽ ഗ്രീക്ക്, സോക്രട്ടീസിനെ വെല്ലുന്ന 1ാം ക്ലാസ് ലാംഗ്വേജ് ആക്കി പൗലൂസിന്റെ. പിന്നെ അരിയോപക്കുന്നിലെ പ്രസംഗമൊക്കെ നോക്കണം. ഏതൻസിലെ അഥേനയിലെ പ്രസംഗം എത്ര തീസിസ് സബ്ജക്റ്റാ പൗലൂസ് കൊണ്ട് ഇറക്കി ഇടുന്നറിയാമോ? ഫിലോസഫിക്കലായിട്ട് അത്ര അപാര നോളജ് ഉള്ള മനുഷ്യൻ. ആ പൗലോസിനെ വിളിച്ച വിടുവായെന്ന്. സ്തോത്രം. നമ്മുടെ സഭ 3 ആകാൻ അവർ ഒറ്റ വാക്ക് മതി. ശരിയല്ലേ? എന്നാൽ എന്നെ കുറിച്ച് അങ്ങനെ പറയാവോ? ഞാൻ എന്ത് വിടുവായത്തരാ പറഞ്ഞു? നമ്മൾ അന്നേരം ചോദിക്കും അല്ലേ, ഞാൻ ഞാൻ എന്ത് വിടുവായത്തരം പറഞ്ഞെന്നാ? ഞാൻ അങ്ങനെ പറയുമോ? അതോ പറഞ്ഞാലും അങ്ങനാണോ ഉദ്ദേശിച്ചത്? അഥവാ ഉദ്ദേശിച്ചാലും അങ്ങനാണോ അത് അർത്ഥമാക്കേണ്ടത്? അഥവാ അങ്ങനെ അർത്ഥമാക്കിയാൽ ഇങ്ങനെ ചിന്തിക്കാവോ?
കളയെന്ന്. കഷ്ടം കേട്ടോ. എന്താ കാര്യം എന്നറിയാമോ? ശൈശവത്വം വിട്ടു കളഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. സ്തോത്രം. അവർ എന്താണ്? അപ്പോൾ ജഡീകന്മാരായി മാറുന്നു. ഞാൻ പറഞ്ഞ അർത്ഥത്തിലുള്ള ജഡീകനാണ്, അല്ലാതെ മറ്റ് വേറെ അർത്ഥത്തിൽ നിങ്ങൾ പോകരുത്. ഇവിടെ ഉദ്ദേശിച്ച ജഡീകൻ എന്ന് പറഞ്ഞ ആത്മീക ശൈശവത്വത്തിൽ നിൽക്കുന്നവനെ പൗലോസ് വിളിച്ചതാണ്, നിങ്ങൾ ഇപ്പോഴും ജഡീകന്മാരല്ലോ. കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് പറ്റുകയല്ല, ഇപ്പോഴും നിങ്ങൾ പാല് കുടിക്കല്ലേ എന്ന് വിളിച്ചത് ജഡീകന്മാരെന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. എല്ലാ ഒരേ അർത്ഥങ്ങൾ എടുക്കരുത്, ദുർവ്യാഖ്യാനം ചെയ്യുകയും വരുത്. കണ്ടോ? അപ്പോ ശൈശവത്വം, ശിശുക്കളായിരിക്കുക, അവര് ആ പുരുഷന്റെ ആ പക്വതയിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രായം വന്ന പക്വതയിലേക്ക് വരാതെ, ശൈശവത്വം വിട്ടുകളയാതെ ചാവല്യങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന കൂട്ടം നോക്കണം. അത് ഈ പറഞ്ഞ ജഡീകന്റെ ഒരു ലക്ഷണമാണ്. മൂന്നാമത്തെ 2-ാം വാക്യത്തിൽ പാല് മാത്രം കിട്ടുള്ളൂ. ചിലർക്ക് അങ്ങനെയാ, പാല് മാത്രം മതി. യോ, ഞങ്ങളുടെ കെവിനാണല്ലോ ഉണ്ടല്ലോ, എന്റെ ദൈവമേ, അവൻ വേറെ ഒന്നും കഴിക്കത്തില്ല, പാല് മാത്രം മതി. അന്നേരം മമ്മിയുടെ മുഖഭാവം ഒന്ന് കാണണം. ജിൻസിക്കും അതുപോലെ ആയിരുന്നു ചെറുപ്പത്തിൽ. നമ്മൾ പറഞ്ഞ വലിയ ഗമേല. സ്തോത്രം. പല കാലം എന്റെ മനസ്സിൽ വരുന്നുണ്ട്, ഞാൻ എല്ലാം അങ്ങ് വിഴിഞ്ഞ. പാല് മാത്രം മതി. ചില സഭയിലും അങ്ങനെയാ, പാല് മാത്രമേ ആകാവൂ, വേറെ ഒരു ഐറ്റത്തിലും തുടരുത്, തൊട്ടാ പ്രശ്നം. അതിപ്പോ നടക്കുവോ? സ്തോത്രം. നടക്കുന്ന കാര്യമല്ല. സ്തോത്രം. നമുക്ക് ഈ ഒരേ ടൈപ്പ് ഫുഡ് കിട്ടിയാൽ, ഒരേ രീതിയിലുള്ള ഫുഡ് കിട്ടിയാലേ ഒരു ഹെൽത്തി ആയിട്ടുള്ള വളർച്ച ഉണ്ടാവുകയില്ല. മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ കാണുമല്ലോ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രീഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കണം. പക്ഷെ ഒന്നും ഓവർ ആകരുത്. പാലും കുടിക്കണം, മുട്ടയും കഴിക്കണം, മീനും കഴിക്കണം, ഇറച്ചിയും കഴിക്കണം, എല്ലാം കഴിക്കണം, ഒന്നും ഒഴിവാകരുത്. ചിലർക്ക് നോൺ വെജ് വേണ്ട, വെജ് മാത്രം മതി, അതും ശരിയല്ല. ചിലർക്ക് വെജ് മാത്രം മതി, നോൺ വെജ് വേണ്ട, അതും ശരിയല്ല. നോൺ വെജും കഴിക്കണം, വെജും കഴിക്കണം. പുസ്തകത്തിലെ വാക്യം മൃഗങ്ങൾക്ക് പുല്ലും. കണ്ടോ? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദൈവം റെഡിയാക്കിയിരിക്കുന്നത് ഇതിനെല്ലാം കഴിക്കണം, അതിനെല്ലാം ഡൈജസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സജ്ജകളോട് കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ എല്ലാം കഴിക്കണം, ഒരെണ്ണം മാത്രമായാലും ഒക്കെയല്ല. മനസ്സിലാവുന്നു? സ്തോത്രം. ശരീരത്തിന്റെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പർ ആകണമെന്നുണ്ടെങ്കിൽ, ശരീരത്തിന്റെ വളർച്ച കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ ഫുഡും കഴിച്ചേ പറ്റൂ. അത് എന്തുകൊണ്ടാണെന്നുള്ള ഞാൻ പിന്നീട് വിശദമാക്കുമ്പോൾ പറഞ്ഞോളാം. അപ്പൊ ഒരു ശരീരം കൃത്യമായ വളർച്ച പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കണം. എന്ന് പറഞ്ഞാൽ വചന ശുശ്രൂഷയിൽ എല്ലാ ടൈപ്പും ഉണ്ടായിരിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് വരുമ്പോ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ്, നമുക്ക് കഴിക്കില്ലാത്ത ഫുഡും ഒക്കെ വരുമായിരിക്കും. എല്ലാം സ്തോത്രത്തോടെ ഏറ്റെടുത്തോണം. കുറേശ്ശെ കഴിച്ചാൽ മതി. മനസ്സിലായോ? അച്ചാർ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നക്കിയാൽ മതി. അച്ചാർ വാരി നാരങ്ങ അതോടെ വാരി വിഴുങ്ങണ്ടല്ലോ, വേണോ? അച്ചാർ കഴിക്കുന്നത് അങ്ങനെയാണോ? ഒരു കപ്പ് അച്ചാർ ആരെങ്കിലും കഴിക്കുമോ? ഇല്ല. അതൊരു ശകലം മതിയല്ലോ. സ്തോത്രം. ദൈവജന ശുശ്രൂഷ ഒരു സദ്യ പോലാണെന്നേ, യാതൊരു സംശയവും. അവനവന് വേണ്ടുന്നത് എല്ലായിടത്തും കഴിക്കണം. കഴിക്കാൻ പാടില്ലാത്താണെങ്കിൽ പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ കഴിക്കരുത്, മാങ്ങാച്ചാർ കഴിച്ചാൽ മതി. പട്ടി കടിച്ചോ നാരങ്ങാച്ചാർ കഴിച്ചു പിന്നെ പാസം നേരെ കുറയ്ക്കാനും പോകരുത്. അങ്ങനെ കൂടെ ഉണ്ട്. ഇവിടെ മാങ്ങാച്ചാർ കിട്ടുള്ളൂ, കഴിച്ചാൽ മതിയല്ലോ. എന്തിനാ നാരങ്ങ തന്നെ തിന്നുന്നത്? കഴിക്കാൻ പോകുന്ന നാരങ്ങ അല്ല കഴിച്ചു, ഇപ്പം പേളകി പിന്നെ അവനൊന്ന് ഒതുക്കണം കൊണ്ടല്ലോ, എന്ത് പാടാന്നറിയാമോ? സ്തോത്രം. ഒട്ടുമിക്ക സഭയിൽ അങ്ങനെയല്ലേ, പേളകി നടക്കല്ലേ. പോട്ടെ. സ്തോത്രം. അപ്പോൾ ആത്മീക ശൈശവത്വത്തിന്റെ ജഡീക മനുഷ്യന്റെ ലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്.
അപ്പൊ പാല് മാത്രം കുടിച്ചിരുന്നാൽ മതിയോ? പാല് കുടിക്കുന്നത് ശൈശവത്വവും കട്ടിയുള്ള ആഹാരം പൗരുഷത്വത്തിന്റെ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിയുടെ ലക്ഷണവുമാണ്. ശരിയല്ലേ? അതെ. രാവിലെ മുതൽ നന്നായിട്ട് അധ്വാനിച്ച് തടിയൊക്കെ ചുമക്കുന്ന മനുഷ്യൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിനകത്ത് 2 പൊടിയും കലക്കി 2 ബിസ്ക്കറ്റും കൂടെ എടുത്ത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? കാരണം കൊച്ചിനും അപ്പനും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയതാ. നടക്കുവോ? ഇല്ല. നന്നായിട്ട് അധ്വാനിക്കുന്ന മനുഷ്യൻ അതനുസരിച്ചുള്ള ഫുഡ് വേണം. സ്വോത്രം അത്യാവശ്യമാണ്. അപ്പൊ ജഡീക മനുഷ്യന് പൗലോസ് അഭിസംബോധന ചെയ്ത ആളുകളുടെ ഓരോരോ രീതി വാക്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പ്രശ്നം, ഈ പാല് മാത്രം കൂടി കുഴപ്പം അറിയാം. നിങ്ങൾ പത്രോസിന്റെ 1-ാം ലേഖനം എടുത്തേ, 2-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. മതി. ഒരു വാക്കും കൂടെ വായിച്ച് സഹായിക്കണേ. എബ്രായ ലേഖനത്തിലേക്ക് വന്നേ, 5-ാം അധ്യായം 11 മുതലുള്ള വാക്യം. അറിയാവുന്ന വാക്യം തന്നെ വായിച്ചോളൂ. 5-ാം അധ്യായം എന്ന് പറഞ്ഞല്ലോ. എബ്രായ ലേഖനം 5-ാം അധ്യായം 11 മുതലുള്ള വാക്യം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. ഉണ്ട്, എനിക്കും കുറെ പറയാനുണ്ട്. വായിച്ചു. എങ്കിലും നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് ഒന്നുകൂടെ വായിച്ചു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട്, മാന്യമുള്ളവരല്ല, മാന്യമുള്ളവരാകയാൽ, മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. നിർത്തണേ. പൗലോസ് പറയാണ്, ഒരു മിനിറ്റ് മറിക്കരുതേ, ഞാൻ പറയും ബാക്കി വായിക്കണം. ശ്രദ്ധിച്ചേ. പൗലോസ് പറയാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യം കൂടെ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാകയാൽ. കണ്ടതാ പ്രശ്നം. വാക്യം വായിച്ച് കുറച്ചങ്ങോട്ട് പറഞ്ഞു വരുമ്പോഴത്തേന് ആൾക്കാർ ഇരിപ്പും പോകാൻ കാണുമ്പോഴുണ്ടല്ലോ, പെട്ടെന്ന് നിർത്തിച്ചങ്ങ് പോകാൻ തോന്നും. ഇത് കേൾക്കുമ്പോഴേ മരോട്ടിക്കാതെന്ന കാക്കയുടെ കൂട്ടങ്ങ് വന്നതയാ. ഈ മരോട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ അറിയാവോ? ആർക്കറിയാം? ഞാൻ ഞങ്ങളുടെ നാടൻ ശൈലി നിങ്ങൾ പറഞ്ഞു പോയതാണേ. അതിൽ നിന്ന് കഴിഞ്ഞാൽ കാക്കയുടെ പോക്കൊന്ന് കാണണം. ആകെപ്പാടെ കഞ്ചാവ് അടിച്ചൊരു പോകുമ്പോലെ കാക്ക പോകുന്നത്. സ്തോത്രം. അതുപോലെ നമുക്കും വചനത്തിന്റെ നല്ല ഭാഗത്തേക്ക് കയറി വന്ന് ജീവിത വിശുദ്ധിയും ക്രമീകരണവും പാലിക്കേണ്ട കാര്യം പറയാൻ തുടങ്ങുമ്പോഴത്തേനുണ്ടല്ലോ ആൾക്കാർ ഇരിപ്പൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ഈ മീൻ വെള്ളം കുടിക്കാം, ഈ മേളി വന്നിട്ട് ഇങ്ങനെ വെക്കരുന്ന പോലെ അങ്ങനെ ഇരിക്കുമ്പോ ഇരുന്ന് സ്തോത്രം പറഞ്ഞതായിരിക്കാം, ചുണ്ടു മാത്രം ഇങ്ങനെ തീർന്നു. അതെന്താ കാര്യം അറിയാമോ? ഈ പ്രസംഗന്റെ വിഷയം അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതിന് പകരം ഇന്ന് പകൽക്കാലം നാളുകളായി നിന്നോട് പോരാടുന്ന ദുഷ്ടശക്തിയുടെ മേൽ വലിയ വിടുതലുകൾ നിന്റെ വീട്ടിനകത്തും തലമുറമേലൊക്കെ പറയുകയാണെങ്കിൽ എല്ലാം പിരിവിരാന്നിരിക്കും. പിന്നെ എത്ര ചവിട്ടി കയറുന്നറിയാവും. മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു നോട്ടവും ഇന്നലെ എന്നാ ഉണർവായിരുന്നല്ലേ. ഇന്നത്തെ ദൈവദാസൻ എന്നുള്ള ഇന്നിപ്പോ പുള്ളി ആരടിയില്ല അരീസെ വിളിച്ചേ അടുത്തിരിക്കുന്ന ആൾക്ക് എവിടുന്ന് വന്നതാണോ? ഇപ്പൊ ഇതൊക്കെയാണോ പറയണ്ടേ? ഇതൊക്കെയാ പറയണ്ടേ മര്യാദയ്ക്ക് ജീവിക്കണം എന്നുള്ളത്. സ്തോത്രം. പൗലോസ് പറയാം, എനിക്ക് നിങ്ങളോട് ഇതിനോട് അനുബന്ധിച്ച ഗഹനമായ പല കാര്യവും പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ തുടങ്ങുമ്പോഴേ നിങ്ങളുടെ മുഖഭാവം അങ്ങ് മാറും. പിന്നെ ഞാൻ എങ്ങനെയാ പറയുന്നത്? ഞാൻ ചോദിച്ചല്ലോ, പൗലോസ് ചോദിച്ച നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരാകയാൽ. വചനത്തിന്റെ കട്ടിയുള്ള കാര്യത്തിൽ വരുമ്പോഴേ ചിലർ കണ്ടിട്ടില്ലേ, കുളിച്ച് നല്ല ടിപ് ടോപ്പിൽ
കിട്ടാവുന്നിലേക്കും വലിയ പെർഫ്യൂം ഏതാ, ബ്രൂട്ടോ ഏതാ ഏണ്ടല്ലേ ആടിക്ക് മിന്നിച്ച് അങ്ങോട്ട് കയറി വന്നിരുന്ന് കഴിഞ്ഞുണ്ടല്ലോ 10 മിനിറ്റ് കഴിയുമ്പോഴേ ആദ്യത്തെ കൂട്ടുവായിടും. പ്രാർത്ഥനാ സമയത്ത് 3 കൂട്ടുവായിട്ടു. പ്രസംഗം തുടങ്ങുമ്പോഴത്തേന് പിന്നെ പറയുകയും വേണ്ട. സ്വോത്രം. പ്രസംഗിക്കുന്ന ആളെ കൂട്ടുവായിട്ട് കാണിക്കുക, വേഗം നിർത്തിക്കോ. എന്താ ഈ മാന്യം വരാൻ കാരണം? സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, പൗലൂസ് പ്രസംഗിക്കും നേരം വെളുക്കുന്നത് വരെ പ്രസംഗിച്ചല്ലോ. അവിടെ ആരെങ്കിലും ബഹളം വെച്ചോ? ഇല്ലല്ലോ. അതിനിടയ്ക്ക് ഒരുത്തിന് ഉറങ്ങി ജനലും താഴെ പോവുകയും ചെയ്തു, പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവൻ. അപ്പൊ എനിക്ക് മനസ്സിലായി, പൗലൂസിന്റെ പ്രസംഗത്തിൽ പൗലൂസ് ഡെസ്കേൽ അടിച്ചിട്ടില്ല, കൈ അടിച്ച് ബഹളം വെച്ചിട്ടില്ല, കുടിക്കാൻ വെച്ചിരുന്ന വെള്ളവും മറിച്ചിട്ടിട്ടില്ല, ഉറങ്ങിക്കിടന്ന കൊച്ചിന്റെ കാലിലും കയറി ചവിട്ടിയിട്ടില്ല. പുള്ളി മര്യാദയ്ക്ക് ഇന്ന് പ്രസംഗിക്കുകയാണെന്നുള്ളത് ഉറപ്പായി. അല്ലെ പിന്നെ എങ്ങനെ ഇവൻ ഉറങ്ങിയേ? അല്ലേ? എല്ലാവരും കാലം ദൈവത്തെ സ്തുതിച്ചാട്ടൊന്നും പറഞ്ഞില്ല, അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ പിടിച്ചൊന്ന് കുലുക്കിക്കൊന്നും പറഞ്ഞില്ല. അങ്ങനെ ദൈവം ഉറപ്പായിട്ട് ഇവന്റെ ഉറക്കം പോയേൻ. അപ്പൊ അതും ചെയ്യാത്തോണ്ട് ഈ പറഞ്ഞ ഗിമ്മിക്സ് ഒന്നും പൗലോസ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പായി. അവൻ താഴെ വീണ്ടും എടുത്തുകൊണ്ട് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. വീണ്ടും പ്രസംഗം തുടർന്നു. നേരം പുലരുവോളം പ്രസംഗിച്ചെന്ന. സ്തോത്രം. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ മാന്യം ഉണ്ടാകരുത്, മന്ദത ഉണ്ടാകരുത്, ഒരലസത ഉണ്ടാകരുത്, കേൾക്കാനുള്ള ഉത്സാഹം കെട്ടുപോകാൻ പാടില്ല. തെസ്സലോനിക്കയിലെ വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. 1-ാം അധ്യായത്തിലെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് പറയാണ്, തെസ്സലോനിക്കർ ദൈവത്തോട് പറയാം, നിങ്ങൾ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. കണ്ടോ? സ്തോത്രം. ചരിത്രത്തിൽ ഏറ്റവും അധികം പീഡയിലൂടെ പോയ സഭ തെസ്സലോനിക്ക സഭയാണ്. അവർ വചനം കൈക്കൊണ്ടത് കണ്ടോ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഞാൻ മുന്നോട്ട് നീങ്ങും. അപ്പോൾ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, കേൾപ്പാൻ മാന്യമുള്ള ഒരാളുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഡേറ്റും തീയതിയും സ്നാനപ്പെട്ടതും ആത്മനിറവും പ്രാപിച്ച വർഷം വെച്ച് ഇന്നത്തെ ദിവസം കൂടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്നെങ്കിൽ സൂപ്പറണ്ടോ ഓവർസിയറോ ജനറൽ പ്രസിഡന്റോ ഒക്കെ ആകേണ്ടവരാ. ഇനി എവിടെങ്കിലും ആയില്ലെങ്കിലും കൗൺസിലും കമ്മിറ്റിയിലും സെൻട്രും ആയില്ലെങ്കിലും ഉപദേഷ്ടാക്കന്മാരെങ്കിലും ആകേണ്ടവരാണ് നിങ്ങൾ. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട നിങ്ങൾ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട നാള് മുതൽ ഇന്ന് വരെയുള്ള ആത്മീയ അനുഭവത്തിന്റെ വളർച്ചയുടെ കാലക്കണക്ക് കൂട്ടി നോക്കിയിട്ട് പറ. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാനുള്ള കെൽപ്പ്, അതിനുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റണം. സ്തോത്രം. പണ്ടൊക്കെ പ്രായമുള്ള അമ്മച്ചിമാരായിരിക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നത്, അല്ലേ? വീട്ടിൽ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഉണ്ടാകണം. ഈ കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം രണ്ടുപേരോട് പോയി ഫ്ലാറ്റ് എടുത്ത് താമസിച്ചാലേ വല്യപ്പനും കാണുകയല്ല വല്യമ്മച്ചിയും കാണുകയല്ല. അതിൻ്റെ ഒക്കെ നഷ്ടമായി നമ്മുടെ തലമുറയിൽ ഈ കാണുന്നത്, അറിയാമോ? മുമ്പൊക്കെ കൂട്ടുകുടുംബം, അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും അനിയനും പെങ്ങളും നാത്തൂനും എല്ലാവരും ഉണ്ടായിരുന്നു, അല്ലേ? കുടുംബത്തൊരു വിഷയം ഉണ്ടായാൽ അത്ര ആൾക്കാർക്ക് ആ വിഷയത്തിൽ ഇൻവോൾവ് ആകുകയാണ്. ഒരാൾ ഒറ്റയ്ക്ക് താങ്ങേണ്ടതായിട്ട് വരുന്നില്ല. ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്? കുറഞ്ഞ പക്ഷെ അഭിപ്രായം പറയാനും ഒരു കൂട്ടായ്മ കാണിക്കാനും കൈത്താങ്ങൽ കൊടുക്കാനും കുടുംബത്തെ ആളുണ്ടായിരുന്നു. സ്തോത്രം. ശരിയാണോ? വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും ഉപദേശങ്ങളും അവരുടെ സ്നേഹപ്രകടനങ്ങളും തലോടലും ഒക്കെ ഏറ്റ ആ കുഞ്ഞുങ്ങൾ വളരുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനല്ലേ കുഞ്ഞുങ്ങൾ വളരേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അമ്മച്ചിമാരായിരിക്കും വല്യമ്മച്ചിമാരായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. അമ്മച്ചിമാരെന്നറിയാമോ? ഒരു സാധനം മാത്രമല്ല, ആ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനം അല്പാൽപ്പം എടുത്ത് ഞെരടി കൊച്ചിന്റെ നാക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് കൊച്ചിന്റെ മമ്മിയോട് പറയും, കുഞ്ഞിന് എല്ലാ ആഹാരം കൊടുത്ത് ശീലിപ്പിക്കണം കേട്ടോ. ഒരെണ്ണം മാത്രമല്ല, കുഞ്ഞിന്റെ നാവിൽ എരിവും പുളിയൊക്കെ ചെല്ലട്ടെ.
അല്ല ഉടനെ കുഞ്ഞിന് ഉടനെ കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? ആണോ? സ്വോത്രം. ഞാൻ പലപ്പോഴും പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ വിര പോലിക്കുന്ന സാധനം കഴിച്ചാൽ മതിയല്ലോ. എന്തുവാ അതിന് പറഞ്ഞേ? നൂഡിൽസ്. അതാകുമ്പോൾ എളുപ്പമുണ്ട്. ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴേ കാണാം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. സ്വോത്രം. അതുണ്ടാക്കി നിങ്ങൾ നോക്കണം, യൂട്യൂബിനകത്ത് കയറി. നിങ്ങൾ ജനിച്ച നാളിൽ കുടിച്ച പാലും കൂടെ ഛർദ്ദിക്കും. ആ രൂപത്തിൽ അത് ഉണ്ടാക്കുന്നത്. പാക്കറ്റും കളറും കാണുമ്പോൾ പോട്ടെ, ഞാൻ മുന്നോട്ട് വരിക. പൗലോസ് പറയാ, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട നിങ്ങളെ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് എന്താ കട്ടിയുള്ള ആഹാരം പറ്റിയല്ല, പാല് തന്നെ നിങ്ങൾക്കും വേണം. സ്തോത്രം. അങ്ങനല്ല. മുമ്പൊക്കെ നമ്മുടെ സഭകളുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ എത്ര നല്ല തിറവുള്ളവരായിരുന്നറിയാമോ? ഹിമാലയ പർവ്വതം പോലെ ഏത് പ്രശ്നമല്ല ഉറച്ചു നിൽക്കാൻ കെൽപ്പുള്ളവരായിരുന്നു. ഇന്നിപ്പോൾ വിടുതൽ 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 വിടുതൽ. നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ഷാജി പാസ്റ്റർക്ക് വിടുതലും വേണ്ട, ഒന്നും വേണ്ട, പുള്ളിക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടാതിരിക്കുകയാണോ? എന്റെ പൊന്നോട് ഒരു വിടുതൽ വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ദൈവസേന വന്നാൽ വിടുതൽ ഉണ്ടാകുമെന്നും സൗഖ്യം ഉണ്ടാകുമെന്നും കർത്താവ് കാര്യങ്ങൾ നടത്തുന്നൊക്കെ നമുക്കറിയാമല്ലോ. രക്ഷിക്കപ്പെട്ട അന്ന് പോലും കേൾക്കുന്നല്ലേ? അല്ലേ? ഇന്നും കേൾക്കുന്നറിയോ? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എടാ, അതറിയാവുന്നതുകൊണ്ടാണല്ലോ രക്ഷിക്കപ്പെട്ടെ. ഇത് പ്രവാചകൻ പറഞ്ഞപ്പോഴാണ് നീ അറിഞ്ഞ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു വിറയില്ല. ഇപ്പോഴാ പുള്ളിക്കത് മനസ്സിലായത്, സഹായിക്കാൻ പറ്റുന്ന ദൈവം ഉയരത്തിലുണ്ടെന്നുള്ളത്. അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പുള്ളി സഹായിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ നിൽക്കുന്നില്ല എന്നുണ്ടാ നീ പണ്ടേ ഞാൻ ഇട്ടേച്ച് പോയാനല്ലേ? അതാണ് അതിന്റെ അർത്ഥം. ഇതൊന്ന് പറഞ്ഞെങ്കിൽ ആരും നരകത്തിൽ പോകുന്നില്ല. അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചേ. തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. നമ്മുടെ ഫീഡിങ്ങിനകത്ത് വരുന്ന പ്രശ്നമായിട്ട് ആത്മനിയോഗത്തിലാണെന്നുണ്ടെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഫലം ഉണ്ടാക്കുക മാത്രമല്ല, അധികം ഫലം കായ്ക്കേണ്ടതിനും ഫലം നിലനിൽക്കേണ്ടതിനും ചെത്തി വെടിപ്പാക്കും. പിന്നെ സോപ്പിട്ടാൽ ഒക്കുവോ? നടക്കുകയില്ല. പ്രവാചക പുസ്തകത്തിലൊക്കെ വായിക്കുന്ന പോലെ, ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ കൂടി മുറിച്ചില്ല, ഉപ്പ് തേച്ചില്ല, തേച്ച് കഴുകി നിന്നെ വൃത്തിയാക്കിയില്ല എന്ന് പറയുന്ന പോലെ കാലിൽ ഒരു മുറിവുണ്ടായി അല്ലേ? ഈ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന രണ്ടുപേരും മാത്രമേ ഉള്ളൂ, സ്റ്റാലി ആന്റി, പക്ഷെ അഭിലാഷ് ഭാസ്റ്റർ മാത്രമേ ഉള്ളൂ. ഞാൻ അവരെ തന്നെ അങ്ങ് ഉദാഹരണമായിട്ട് എടുക്കുക. അഭിലാഷ് ഭാസ്റ്റർ കാലിന് ഒരു ചെറിയ മുറിവുണ്ടായി, ഒരു ചെറിയ മുറിവ്. അത്ര കാര്യമാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് നീര് വന്നു പഴുത്തു വല്ലാണ്ടായി. നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും അറിയാവുന്ന ഡോക്ടറെ അടുക്കെ പോകാം. ഇപ്പം വടക്കേണ്ടിയിലൊക്കെ താമസിക്കുന്ന നിങ്ങളോട് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് നടക്കുന്ന കാര്യമില്ല. പക്ഷെ വേദന സഹിക്കാൻ പറ്റാതെ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു. ഈ കാലിന് മുറിവൊക്കെ നോക്കി. അപ്പൊ ഡോക്ടർ, അയ്യോ അത് ശരി, സുവിശേഷ വേലക്കാരനാണല്ലേ, പാതിരിവാല ആയതുകൊണ്ട് ഇനി പാതിരി സാഹിബിനോട് എങ്ങനെയാ ഞാൻ ഈ കാലിന്റെ മുറിവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇനി മാറി നിന്ന് സംസാരിക്കാം. അപ്പോഴാ കാലിന്റെ മുറിവ് ആ പഴുപ്പ് പൊക്കോളും. ഞാൻ തൊടുന്നില്ല എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാലും കാലിന്റെ പഴുപ്പ് പോവോ? ഇല്ല. അവിടെ സുവിശേഷ വേലക്കാരനായതുകൊണ്ടും അന്യനാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ടും മാറി നിന്ന് മയത്തിന് സംസാരിച്ചാൽ കാലിന്റെ പഴുപ്പ് പോയി അത് സുഖം പ്രാപിക്കുകയല്ല. ഡോക്ടർ ഇതൊരു കാര്യമുണ്ട്. ഡോക്ടർക്ക് പാതിരി സാബാണെന്ന് നോക്കണ്ട, ഗാവ് ഏറിയൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് നോക്കണ്ട. ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല. ഓക്കെ, കിടന്നോളാൻ പറയും. ഇങ്ങോട്ട് നോക്കുകയും വേണ്ടെന്ന് പറയും. ഞാൻ ചാമണ്ട് വെച്ച് സിസ്റ്ററോട് ഏണ്ടൊക്കെ കൈ കൊണ്ട് കാണിക്കും, ഇങ്ങോട്ട് കൊണ്ടുവെക്കും. ആദ്യം ഒരു പഞ്ഞിക്കകത്ത് അല്ലേ ഒരു സാധനം മുക്കി ഇങ്ങോട്ടുണ്ട്. അത് തൊടുമ്പോഴേ നമ്മളെ വേദന കൊണ്ട് പൊളയുന്നൊന്നും പുള്ളി നോക്കിയാലേ സിസ്റ്ററോട് പറയും, കാലിൽ ഇവിടെ പിടിച്ചോളാൻ പറയും അല്ലേ. അതവിടെ ഞാൻ പതുക്കെ ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ, നമുക്കിത് പഴുപ്പ് എങ്ങനെയാലും നമുക്ക് ഇത് മുറിക്കാതെ എടുക്കാൻ നോക്കാം. അങ്ങനെയാണോ ഡോക്ടർ പറഞ്ഞത്? അല്ലെന്നേ.
സിസ്റ്ററോട് പറയാം അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചോളാൻ. ഡോക്ടർ ഒരു സാധനം ഇവിടെ ഒന്ന് തോണ്ടിയ ചൊരിഞ്ഞേക്ക അങ്ങ് ഞെക്കും. പഴുപ്പ് ചീറ്റുമായിരിക്കും അല്ലേ? ഞെക്കി നമ്മൾ അവിടെ കിടന്ന കാര്യം കേട്ടടിച്ചാൽ അയ്യോത്തോ വെച്ചാൽ നിന്നും ഡോക്ടർ വിടത്തില്ല. ആ ഡോക്ടറുമായിട്ട് മുൻവൈരാഗ്യം ഉള്ളത് കൊണ്ടല്ല. ആരാന്ന് എന്താണെന്നോ ഡോക്ടർക്കൊന്നും അറിയത്തില്ല അഭിഷേക് പാസ്റ്ററെ കുറിച്ച്. പക്ഷെ ഈ പഴുപ്പ് പോണമെന്നുണ്ടെങ്കിൽ ലോഹ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒക്കത്തില്ല. ഞെക്കി അതിനെ കീറി നന്നായിട്ട് എന്താ പഴുപ്പും ചലവും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെങ്കിൽ ആ മുറിവ് പുറത്ത് പാസ്റ്റർക്ക് അടുത്ത ആഴ്ച റവായത്തിന് പോകാൻ നോക്കൂ. വല്ലതും മനസ്സിലായോ? ഇതുപോലെ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട നിങ്ങൾക്ക് ഇപ്പോഴിങ്ങനെ തലോടിയുള്ള മെസ്സേജ് മാത്രം മതിയെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ ആത്മീയ വളർച്ച ശരിയാകും? നിങ്ങൾ ഇന്നും ജഡീകന്മാരല്ലോ. പരിശുദ്ധാത്മാവ് നമ്മെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പാട്ടും പ്രാർത്ഥന അന്യഭാഷ എല്ലാം ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവ് കൊരിന്ത്യത്തിലെ വാക്യം വെച്ച് നമ്മെ ആത്മീയനായിട്ട് കാണുമോ ജഡീകനായിട്ട് കാണുമോ? Think yourselves. ആലോചിച്ച് നോക്കി, എന്നിട്ടൊന്ന് വിലയിരുത്തിക്കേ. സ്തോത്രം. ആ വാക്യം വായിച്ചും തീർത്ത്. എബ്രായർ 5:11 വാക്യത്തിലെ ബാക്കി. കട്ടിയായുള്ള ആഹാരമല്ല, ആ പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. ഈ പാല് കുടിക്കുന്നതിന്റെ പ്രശ്നം എന്നറിയാമോ? നീതിയുടെ വചനത്തിൽ യാതൊരു പരിചയമില്ല. ഇങ്ങനെ ഭാഗം ഉണ്ടെന്ന് പോലും പുള്ളിക്ക് അറിയത്തില്ല. ഈ പാൽ കുടിക്കുന്നവർക്ക് യേശുവെ നിന്ന് വിളിച്ചാട്ടെ. കേട്ടിട്ടില്ലേ? യേശുവെ നിന്ന് വിളിച്ചാട്ടെ. ഓരോരുത്തർ അവരുടെ ദൈവങ്ങൾ വിളിക്കുന്ന എന്നതുപോലെ നിങ്ങൾ കരങ്ങൾ ഉയർത്തി യേശുവെ നിന്ന് വിളിച്ചാട്ടെ. യേശു അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ യേശുവായിട്ടല്ല അറിയേണ്ടത്. അത് ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കിട്ടിയ ഒരു പേരാണ് യേശു, അർത്ഥം രക്ഷകൻ. അറിയേണ്ടത് യേശുവായിട്ടല്ല, ക്രിസ്തുവായിട്ടാണ്. കൺഫ്യൂഷൻ ആയല്ലേ? പറയാം. നിങ്ങളെ ഇങ്ങനെ കയറി പോയി ഞാൻ ഈ വിഷയം അവിടെ കൊണ്ട് അടുപ്പിക്കുന്ന അറിയത്തില്ല. ഏതായാലും മീൻ പോകുന്നതിലെ വെള്ളം പോവുള്ളെന്ന് പഴമക്കാർ പറയുന്ന പോലെ ഈ പോണ പോക്ക് ഞാനും അങ്ങ് പോവുമോ. ഇപ്പൊ ക്ലാസിന്റെ റൂട്ട് വിട്ടുപോയെന്നോ പുള്ളി അതിലേ പോയെന്ന് ഇതിലേ പോയെന്നൊക്കെ നിങ്ങൾ എന്ത് കമന്റ് പറഞ്ഞാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്കത് വിഷയമേ അല്ല. എനിക്ക് ഒരു കാര്യം അറിയാം, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. സ്തോത്രം. ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറയാനുള്ളവർ എടുത്തോട്ടെ, വിട്ടരുത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മാങ്ങാച്ചാറ് കഴിച്ചോ, നാരങ്ങ വിട്ടു. സ്തോത്രം. കാര്യം തീർന്നല്ലോ. യേശുവിനെ അറിയേണ്ട കേവലം യേശുവായിട്ടല്ല. നിങ്ങൾ ഈ പൗലോസ് ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കാര്യം. റോമാലേഖനം 1-ാമത്തെ വാക്യം. ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും. കണ്ടോ, റോമാലേഖനം തുടങ്ങുന്ന യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാണ്. കൊരിന്ത്യർ വായിച്ചേ 1-ാം വാക്യം. കൊരിന്ത്യലേഖനം ഇപ്പൊ വായിച്ചേ. ഞാൻ റോമാലേഖനം 1:1 പറഞ്ഞേ. അപ്പൊ എന്നെ കൂടെ കുഴപ്പിച്ചല്ലോ. ദൈവത്തിന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ. കണ്ടോ, കർത്താവുമായ യേശുക്രിസ്തു നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ഗലാത്യ ലേഖനം 1:1 വായിച്ചേ. പുസ്തകം കീറല്ലേ, എനിക്കറിയാം എല്ലാം ഉണ്ടാവും. ഗലാത്യർ 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും. കണ്ടോ, യേശുക്രിസ്തുവിനാലും. എഫെസ്യ ലേഖനം 1:1. ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ്.
അല്ലേ? ക്രിസ്തു ഫിലിപ്പിലെ യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. എന്നെ മുഴുവൻ കുഴപ്പിക്കുക ഇവര്. ക്രിസ്തുവേശു എന്നുള്ള തന്നെ യേശു ക്രിസ്തു അങ്ങനെ തിരിച്ചു പറയാതെ ക്രിസ്തുവേശു ക്രിസ്തുവേശു ക്രിസ്തുവേശു. ഇനി തുറന്നു വരുന്ന ലേഖനെല്ലാം നോക്കണേ, ക്രിസ്തുവേശു ക്രിസ്തുവേശു ഇതാ പറയുന്നേ. ഓക്കെ, മതി മതി മതി, നിങ്ങൾ വായിച്ച് വിഷമിക്കണ്ട. ഞാൻ നിങ്ങളെ ആ വാക്ക് നടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവേശു 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 എന്നാണ്. അങ്ങനെ പറയാനാണ് പൗലോസിന് കൂടുതൽ ഇഷ്ടം. എന്നാൽ മറ്റ് അപ്പോസ്തലന്മാരല്ല യേശു ക്രിസ്തു യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്നാ പറയുന്നത്. അതിന്റെ കാരണം ഞാൻ പറയാം. 3.5 വർഷമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടൊപ്പം ശിഷ്യന്മാർ സഞ്ചരിച്ചത്, അല്ലേ? തന്റെ ശിഷ്യർ ഒടുവിലത്തെ ടൈം ആയപ്പോൾ, 3.5 വർഷം തികയാറായപ്പോൾ, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ അഭിപ്രായം, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ പ്രവാചകൻ എന്ന് പറയുന്നു, ചിലർ പ്രവാചന്മാരോ അന്നോ മരിച്ചുപോയ പ്രവാചന്മാരാരോ വീണ്ടും വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ പല അഭിപ്രായം പറയുന്നു. ഓക്കെ, കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാവരും മൗനമായപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മറുപടി, ശിമോനെ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്ത്? ഞാൻ ക്രിസ്തുവാണെന്നുള്ള കാര്യം എന്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് മനസ്സിലായത്. 3.5 വർഷം കൂടെ നടന്നപ്പോൾ യേശു യേശു എന്ന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. 3.5 വർഷത്തിന്റെ അവസാനം വന്നപ്പോഴാണ് ഈ യേശു ആരാണെന്ന് മനസ്സിലായത്, ക്രിസ്തുവാണെന്നുള്ള കാര്യം മനസ്സിലായത്. അതുകൊണ്ടാണ് അവര് അവർ യേശുവിലൂടെയാണ് ക്രിസ്തുവിനെ അറിഞ്ഞത്. ക്ലിയർ ആയോ? അതുകൊണ്ട് അവരെല്ലാം യേശു ക്രിസ്തു യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ, ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്ന്. സ്വർഗത്തിൽ എന്നേക്കും ക്രിസ്തുവായിട്ട് ഇരുന്നവനാണ് ഭൂമിയിൽ യേശുവായിട്ട് വന്നത്. മനസ്സിലാകുന്നുണ്ടോ? അല്ല, ഇങ്ങോട്ട് വന്നപ്പം ഉണ്ടായ ആളല്ല. താഴെ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ താൽക്കാലികമായി തനിക്ക് കിട്ടിയൊരു പേര് മാത്രമാണ് എന്ത്? യേശു. അത് പിതാവായ ദൈവം കൊടുത്തത്, അവൻ യേശു എന്ന് പേരിടണം. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ താൻ ആരാണ്? ക്രിസ്തുവാണ്. സ്വർഗാരോഹണം ചെയ്ത് ഇവിടുത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീണ്ടും എവിടെ ചെന്നു? സ്വർഗത്തിലെത്തി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം താൻ അപ്പോസ്തലനായി ഒക്കെ നമുക്കറിയാം. ഞാൻ പോകുന്നില്ല. ശൈശവത്വ വിഷയം കൂടി അത് പറയാനായിട്ടാണ്. പൗലോസ് യേശു എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടേയില്ല. കർത്താവ് 3.5 വർഷം ഭൂമിയിൽ പരസ്യശുശ്രൂഷ ചെയ്ത് 30 വർഷം തന്റെ ജീവിതവും രഹസ്യ ജീവിതവും 3.5 വർഷം പരസ്യജീവിതവും ഒക്കെ ഉണ്ടായിരുന്നു. 33 വർഷം ഭൂമി ജീവിച്ചിട്ട് പൗലോസ് എന്ന ശൗൽ നസ്രാനായ യേശുവിനെ കണ്ടിട്ടേ ഇല്ല. നേരിട്ട് കാണുകയോ തന്നെ ശുശ്രൂഷ എന്താന്ന് അനുഭവിക്കുകയും ചെയ്യാൻ അവസരം പൗലോസിന് കിട്ടിയില്ല. പൗലോസ് പിന്നെ എപ്പോഴാ കണ്ടെന്നറിയാമോ? അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം കൊണ്ട് സഭകൾ വർദ്ധിച്ചു. പലയിടങ്ങളിൽ ദൈവസഭ ഉറച്ചു വന്നപ്പോൾ ആ സഭയെ മുടിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയ വ്യക്തിയുടെ പേരാണ് ശൗൽ എന്ന പൗലോസ്. ശരിയല്ലേ? വീടാന്തരം കയറി ഇറങ്ങി ആളുകൾ ഉപദ്രവിക്കുക, സ്ത്രീകളെയൊക്കെ വലിച്ചെടച്ചുകൊണ്ട് തെരുവിലൂടെ ഒക്കെ പോയി. അങ്ങനെ ഒരിക്കൽ സഭയെ നശിപ്പിക്കാൻ അധികാരികളിൽ നിന്നും അധികാരപത്രം വാങ്ങി ശീഘ്രഗതിയിൽ പോകുമ്പോഴേക്കാണ് സൂര്യനേക്കാൾ ശോഭയുള്ള ഒരു വെളിച്ചം ചുറ്റിമിന്നി ഡമാസ്കസിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മറുചോദ്യം, നീ ആരാകുന്നു കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു. കണ്ടോ? അവിടെ വെച്ചാണ് ശൗൽ എന്ന പൗലോസ് യേശുവിന്റെ ശബ്ദം കേൾക്കുന്നതും പിന്നീട് നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി സൗദി അറേബ്യയിൽ ചെന്നു. അവിടെ ഇരുന്ന് ദർശനത്തിൽ യേശു ക്രിസ്തുവിനെ കാണുന്നു. ഭൂമിയിൽ താൻ ചെയ്ത 3.5 ശുശ്രൂഷ മുഴുവൻ താൻ ദർശനത്തിൽ 3 വർഷം കൊണ്ട് കണ്ടു. അതിനുശേഷമാണ് പൗലോസ് അപ്പോസ്തലനായിട്ട് വരുന്നത്.
അപ്പോൾ പൗലോസിന്റെ പ്രശ്നം, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന യേശുവിനെ പൗലോസ് കണ്ടിട്ടില്ല. വീണ്ടും മടങ്ങിപ്പോയി സ്വർഗത്തിലായിരുന്ന ക്രിസ്തുവിനെ പൗലോസിന് അറിയുള്ളൂ. ആ ക്രിസ്തുവിലൂടെയാണ് പൗലോസ് യേശുവിനെ അറിയുന്നത്. മറ്റുള്ളവർ യേശുവിലൂടെ വന്ന് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ പൗലോസ് ക്രിസ്തുവിലൂടെ യേശുവിനെ അറിഞ്ഞു. അതുകൊണ്ടാണ് അവര് യേശു ക്രിസ്തു എന്നും പൗലോസ് പറയുമ്പോൾ ക്രിസ്തു യേശു എന്നും പറയാൻ കാരണം. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്ന് മാത്രം പറയാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നതാണ് കുറെ കൂടെ പക്വതയുള്ളത്. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, ഉപദേശപശുവുമല്ല, തിയോളജിക്കലായിട്ട് നോ റോങ് അറ്റ് ഓൾ. അങ്ങനെ ഞാൻ പറഞ്ഞു നാളെ പറഞ്ഞേക്കരുത്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന രാജിപ്പാസ് പറഞ്ഞ നാളെ കൊടി പിടിച്ചുകൊണ്ട് വരരുത്. ഞാൻ അതല്ല പറഞ്ഞേ. ആത്മീക പക്വതയുള്ളവന്റെ ലക്ഷണം യേശുവിന്റെ നാമത്തിൽ നിന്ന് മാത്രം പറയാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ഉചിതം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പറഞ്ഞു വന്നതിന്റെ ആശയം, എല്ലാവർക്കും യേശു എന്നുള്ളത് മതി. അവിടുന്ന് പതുക്കെ അത്ഭുതം ചെയ്യുന്ന ഈ യേശു വെറും യേശു അല്ല, ക്രിസ്തുവാണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് കുഴപ്പമായി. കണ്ടോ? ഈ പാല് ഞങ്ങളവർക്ക് പതിയുന്ന ആ വാക്യം വായിച്ച് തീർത്ത് ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. അവൻ ശിശുവല്ലോ. അവർ ശിശുവല്ലോ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയജയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. എങ്ങനെയുള്ളതാ കട്ടിയായുള്ള ആഹാരം? എങ്ങനെയുള്ളവർക്ക് വേണമെന്ന് ഒന്നുകൂടെ വായിച്ച്. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ. കണ്ടോ? കട്ടിയുള്ള ആഹാരം കഴിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്നറിയാം. നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച അഭ്യാസം. വായിച്ചോളൂ. ഇന്ദ്രിയങ്ങളുള്ളവരായി വായിച്ചാൽ കുഴഞ്ഞു. പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. കണ്ടോ? നന്മ തിന്മകളെ തിരിച്ചറിയാൻ തക്ക നിലയിൽ തഴക്കത്താൽ അഭ്യാസം പ്രാപിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവർക്കേ പറ്റുകയുള്ളൂ. അപ്പൊ കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നം ഇതാ, നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയത്തക്ക നിലയിൽ തഴക്കത്താൽ അഭ്യസനം പ്രാപിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവർക്കേ പറ്റുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് കട്ടിയുള്ള ആഹാരം പറ്റൂ. സ്തോത്രം. എന്റെ ചോദ്യം, നമ്മൾ രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷമായില്ലേ? എത്ര പ്രാവശ്യം കട്ടിയായിട്ടുള്ള ആഹാരം കഴിച്ചിട്ടുണ്ട്? സ്തോത്രം. ആ കട്ടിയുള്ള ആഹാരം ഒന്നും കിട്ടുന്നില്ലോ അല്ലേ? സ്തോത്രം. എന്നും ഒരേ ആഹാരം തന്നെ, എന്നും ഒരേ ആഹാരം. സ്ഥലവും പേര് ചോദിക്കാൻ ഞാൻ കാര്യം. ഒരിക്കൽ ഒരു ബൈബിൾ കോളേജിൽ നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാമോ? എന്നും ഓമയ്ക്കായാണ് കറി ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക്, സഹോദരന്മാർക്ക് കൊടുക്കുന്നത്. ഓമയ്ക്ക കൊണ്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഇടപാടുമില്ല. ഓമയ്ക്ക തോരൻ, ഓമയ്ക്ക ചാറ് വെക്കുന്നു, ഓമയ്ക്ക അച്ചാറിടുന്നു, ഓമയ്ക്ക തീയൽ വെക്കുന്നു, മോരുകറി വെച്ചാലും അതിനകത്തും ഓമയ്ക്ക തന്നെ. 3 വർഷം ഈ സഹോദരന്മാർ ഓമയ്ക്ക കൊണ്ടുള്ള ആഹാരം തന്നെയാണ് കഴിച്ചത്. ഗ്രാജുവേഷനെ കഴിഞ്ഞ് പോകുന്നത് 2 സഹോദരന്മാര് എല്ലാവരും ടാറ്റ പറഞ്ഞ് പോകാൻ നേരത്തെ തിരിച്ചു വന്നു. ഓമയെ കെട്ടിപ്പിടിച്ച് ഒരു കരച്ചിലും കരഞ്ഞു. പ്രിൻസിപ്പളൊക്കെ നോക്കി നിൽക്കുക. ആത്മാർത്ഥമായിട്ട് ആ സഹോദരന്മാർ 2 പേരുടെ ഓമയെ കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചില്ലായിരുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഗതി അധോഗതിയായേനെ. 3 വർഷവും ഞങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓമമര് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചേ. ഓമയ്ക്ക നല്ലതാണ്, കഴിക്കണം. കഴിയുന്നതും പഴുത്ത ഓമയ്ക്ക കിട്ടിയ വിടരുത്, നിർബന്ധമായിട്ടും കഴിക്കണം. അത് എന്താ പറയാ, മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടായി പ്ലേറ്റെല്ലാം താന്ന് കഴിയുമ്പോഴല്ല ഓമയ്ക്ക തിന്നായിട്ട് ആലോചിക്കേണ്ടത്.
ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഓമയ്ക്ക പഴുത്തതോ കറി വെക്കുന്നതോ നല്ലത് തന്നെയാണ്. സ്തോത്രം. ഇപ്പൊ ഓമയ്ക്കാന്ന് കേൾക്കുമ്പോ ഏതാണ്ട് പോലെ അല്ലേ, ഇതുവരെ കാണാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ കപ്പളങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ അല്പം സാഹിത്യ ഭാഷ ഇരുന്നോട്ടെന്ന് ഓർത്താ ഓമയ്ക്കാന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞതിന്റെ വല്ലതും മനസ്സിലായോ? കട്ടിയുള്ള ആഹാരം കഴിക്കണം എന്നുണ്ടെങ്കിൽ തഴക്കത്താൽ ഇന്ദ്രിയ ജയം പ്രാപിച്ച, തഴക്കത്താൽ അഭ്യസം ലഭിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവർക്കേ പറ്റൂ. അപ്പൊ നമ്മുടെ ഇന്ദ്രിയത്തെ നല്ല കട്ടിയുള്ള ആഹാരം ചെന്നാൽ ഡൈജസ്റ്റ് ആകത്തക്ക രീതിയിൽ നമ്മളത് കഴിച്ച് ശീലിച്ചെടുക്കണം. അങ്ങനെ വന്നാൽ അങ്ങനത്തെ ഫുഡ് നമ്മൾ പിന്നെ കഴിക്കൂ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ അതങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുക. ഈ തൃശ്ശൂര് ഒരു റപ്പായി ഉണ്ടെന്നറിയാമോ? മരിച്ചുപോയി. കണ്ണാടിനൊക്കെ അറിയാം. ഒരു റപ്പായി ചേട്ടൻ ഒരു ഹോട്ടൽ, നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്താൽ ഒക്കത്തില്ല. വീട്ടിൽ നിന്നല്ല കഴിക്കുന്ന, ഹോട്ടലുകാരാ കൊടുക്കുന്നത്. മരിക്കുന്നത് വരെ ഹോട്ടലുകാർ കൊടുക്കുക. രാവിലെ ഒരു 120 ഇഡ്ഡലി, ഒരു 2-3 ഇത് തൊട്ടിക്കകത്തുള്ള സാമ്പാറും അതിന്റെ ചമ്മന്തി, ഉച്ചയ്ക്ക് അതിനനുസരിച്ചുള്ള ചോറ്. 120 ഇഡ്ഡലി നിങ്ങൾക്ക് വിശ്വാസക്കുറവ്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, തൃശ്ശൂർ അങ്ങനെ ആളുണ്ടായിരുന്നു. റപ്പായി ചേട്ടൻ. മനസ്സിലായോ? സ്തോത്രം. നമുക്ക് ഇനിയിപ്പോ ഇഡ്ഡലിയും വേണ്ടല്ലോ. നമുക്ക് ഇഡ്ഡലിയൊക്കെ ഇപ്പൊ എന്തോ ഔട്ട് ഓഫ് ഫാഷനായി മാറിയിരിക്കുക. പോട്ടെ. ഞാൻ പറഞ്ഞ കട്ടിയുള്ള ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ അതിനു വേണ്ടി പാകമാക്കി എടുക്കണം. ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയല്ല. നമ്മുടെ ആത്മീയ കൂടുതൽ എപ്പോഴാണ് നമ്മൾ ഉപദേശം കേട്ടിട്ടുള്ളത്? പറ. ഡോക്ട്രിൻസ് എപ്പോഴാണ് കേൾക്കാറുള്ളത്? ഒരൊറ്റ യോഗത്തിൽ കേൾക്കുക എന്നുള്ള സത്യം. കാരണം നമ്മുടെ പ്രസംഗം ഒരിക്കലും തന്നെ ഇന്ന പോയിന്റ് പറയുമ്പോൾ ആൾക്കാരെ ഇളകണം. അതാ, അത് തീരുമ്പോഴത്തേന് അടുത്ത നമ്മൾ ഇട്ട് കൊടുക്കണം. കത്തണം അങ്ങോട്ട്. കത്തി പുക മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല. സ്തോത്രം. അതാരും ഒന്നെങ്കിൽ യോഗം കഴിയുമ്പോഴത്തേക്കിന് പ്രസംഗിച്ച സബ്ജക്റ്റ് ചോദിച്ചേ. നല്ല പ്രസംഗമായിരുന്നു, അതല്ല ചോദിച്ചത്. എന്താണെന്നാ ചോദിച്ചത്? ചിലരോട് അങ്ങനെയല്ല. നമ്മള് നല്ല പ്രസംഗത്തിന്റെ വിഷയം ചോദിക്കുമ്പോ അതല്ല, വേറെയാ പറയുന്നത്. പണ്ട് പിള്ളേരോട് ചോദിച്ചത്, എടാ മോനെ നീ ജയിച്ചോ ചോദിച്ചോ പറയല്ലേ, ജിബിൻ തോറ്റെന്ന് അല്ലേ ചോദിക്ക. മോനെ ജയിച്ചോടാ പറയാ ജിബിൻ തോറ്റെന്ന്. ജിബിൻ തോറ്റെന്നല്ല ചോദിച്ചത്, നീ ജയിച്ചോന്നല്ലേ എന്ന് പറഞ്ഞതുപോലെ എന്താണ് ഇനി മറിച്ചു കൊണ്ടുപോകുന്നത്? നമ്മുടെ ഇടയിൽ ഈ ഡോക്ടർസ് കേൾക്കാൻ അവസരം കിട്ടുന്നില്ല. അതൊരു സത്യമാണ്. ദൈവദാസന്മാർ നിശ്ചയമായും, എസ്പെഷ്യലി ഇൻ സഭായോഗം, സൺഡേ സഭായോഗത്തിൽ നിശ്ചയമായിട്ടും പറഞ്ഞിരിക്കണം. കുടുംബ പ്രാർത്ഥന ഒരു പക്ഷേ ആ കുടുംബത്തെ ഫോക്കസ് ചെയ്തോ കുടുംബാനുഗത്തുള്ള സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ പ്രസംഗിക്കുക. വെള്ളിയാഴ്ച പ്രാർത്ഥനയിലാണെങ്കിൽ പലവിധമായ വിഷയങ്ങൾ പട്ടു വരുന്നവരായതുകൊണ്ട് ആ ടൈപ്പ് ഒരു മെസ്സേജ് വേണം വെള്ളിയാഴ്ച കൊടുക്കാൻ. ഉപവാസ പ്രാർത്ഥന ജനത്തിന് ആത്മീക വർധന ഉണ്ടാകുന്നതും ലക്ഷ്യബോധം ഉണ്ടാകുന്ന രീതിയിലുള്ള മെസ്സേജ് കൊടുക്കും ഉപവാസ പ്രാർത്ഥനയിൽ. സഭായോഗത്തിൽ ആ ഒരാഴ്ച അവർ ജീവിക്കാനുള്ള ഫുഡ് കൊടുത്തേ വിടാവുള്ളൂ. ജനം പട്ടിണിക്ക് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഞായറാഴ്ചത്തെ മെസ്സേജിനകത്ത് അടുത്ത ഒരാഴ്ച ജനം ജീവിക്കാനുള്ള കാട്ടിയുള്ള ഫുഡ് കൊടുത്തു വേണം ജനത്തെ വിടാൻ. ഗൗരവം പിടി കിട്ടുന്നുണ്ടോ? അത് കൊടുത്തേ പറ്റുള്ളൂ. ഇന്ന രീതിയിൽ അങ്ങനെ ആകരുത്, അങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഓരോ പടി കഴിയും തോറും ജനത്തെ ദൈവത്തോട് ഒന്നുകൂടെ അടുപ്പിച്ച് മിനുക്കേണ്ട ഭാഗങ്ങളൊക്കെ മിനുക്കി, ചെത്തേണ്ട ഭാഗങ്ങളൊക്കെ ചെത്തി ഒന്നുകൂടെ ക്ലിയർ ആക്കി ഇങ്ങോട്ട് അടുപ്പിച്ച് ദൈവത്തോട് അടുപ്പിച്ചു കൊണ്ടിരിക്കുക ജനത്തെ. അങ്ങ് അകല് നിന്നവനാ, പാളയത്തിന് പുറത്ത് നിന്നവനാ അടുപ്പിച്ച് കൊണ്ടുവരിക. മനസ്സിലാകുന്നില്ലേ? അതാണ് ഞായറാഴ്ച നടക്കേണ്ടത്. സഹോദരം,
അതിന് നമുക്ക് സമയമില്ലല്ലോ. 3 മണിക്കൂർ സഭായോഗം, വചനം സംസാരിക്കാൻ 15 മിനിറ്റും. അപ്പൊ പിന്നെ അവിടെ എന്താ നടക്കുന്നേ? ഇന്ന് PYP ഉള്ളത് കൊണ്ട് പ്രിയരെ നമുക്ക് ഇന്ന് വചന ശുശ്രൂഷ സമയം നമ്മൾ അത് ഒഴിവാക്കുന്നു. തുടർന്ന് PYP നടക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പൊ PYPയുടെ ചുമതലപ്പെട്ട മുമ്പോട്ട് വന്നിട്ട്, അല്ലെങ്കിൽ YPയുടെ ചുമതലപ്പെട്ട മുന്നോട്ട് വന്നിട്ട്, അല്ലെങ്കിൽ CMന്റെ ചുമതലപ്പെട്ട മുന്നോട്ട് വന്ന് തോന്നക്കാലം ക്രമീകരിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ അനുകരിക്കുമാറാകട്ടെ. എന്തോ ഒരു ഗതികെട്ട ഇടപാടാന്ന് നോക്കണം. YPയും PYPയും CMO ഒന്നും സഭായോഗവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പോകരുത്. സഭായോഗം തന്നെ. എന്നാൽ ചിലയിടങ്ങളിൽ, ഞാൻ നിർബന്ധ ബുദ്ധിയോടെ പറയുമ്പോൾ, ചിലയിടങ്ങളിൽ ആളുകളുടെ അവൈലബിലിറ്റി, വരുന്ന ആളുകളുടെ ജോലിയുടെ സ്കെഡ്യൂൾ, ഇതെല്ലാം കണക്കാക്കി ഒരുപക്ഷെ ശുശ്രൂഷകൻ സഭായത്തോട് ചേർന്ന് അല്ലെങ്കിൽ സഭായത്തിന്റെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നടത്തുന്നു വന്നേക്കാം. അതൊന്നും തെറ്റൊന്നുമല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. അത് ഓരോ രാജ്യത്തും നമ്മൾ ചെന്ന് പാർക്കുമ്പോൾ ആ രാജ്യത്തിന്റെയും നിയമങ്ങളും അവിടുത്തെ സിസ്റ്റത്തോടൊക്കെ അനുകൂലിച്ചു പോകാനേ പറ്റൂ. അതിനെ വിഘടിച്ച് നമുക്ക് നീങ്ങാൻ ഒക്കുകയില്ല. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പറഞ്ഞു വന്ന എന്റെ ആശയം, വചന ശുശ്രൂഷയുടെ ടൈം ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, വചനം എന്ന് പറഞ്ഞാൽ കർത്താവല്ലേ. വചന ശുശ്രൂഷയ്ക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ കർത്താവിന് സമയമില്ലെന്നല്ലേ അർത്ഥം. കർത്താവിന് സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ കൂടുന്നത്? യെസ്, പാടില്ല. 3 മണിക്കൂർ നമ്മൾ ചെലവഴിക്കുമ്പോൾ 2 മണിക്കൂർ നീ എന്ത് വേണേലും കാണിച്ചു. 1 മണിക്കൂറെങ്കിലും വചന ശുശ്രൂഷയ്ക്ക് ഒന്ന് പോരാ, മിനിമം 1 മണിക്കൂറെങ്കിലും നല്ല പക്ക വചനം സംസാരിക്കാൻ ടൈം മാറ്റി വെക്കണം. സ്തോത്രം. അതിൽ കുത്തിരി ശ്രദ്ധിക്കണം. സഭായത്തിലാകുമ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, അത്ര നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലും വചനം നന്നായി സംസാരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവരെ അക്കോമഡേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാനായിട്ടോ മറ്റെന്തിനേലും ടൈം കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ടൈം ഒരു വചനശുദ്ധയുടെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ട് നന്നായിട്ട് വചന പരിജ്ഞാനമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ചിലർക്ക് പിന്നെ വേറെ ഗുണമുണ്ട്. നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നുണ്ടല്ലോ, ഈ ലീഡ് ചെയ്യുന്ന ആൾ എഴുന്നേറ്റ് ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി നിൽക്കും. അതിനെടുക്കുന്ന 35 മിനിറ്റ് ആയിരിക്കും ഈ പുള്ളി വിളിക്കാൻ വേണ്ടിയിട്ട്. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഞാൻ ഡാളസിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വിസിറ്റ് ചെയ്യാൻ തക്കണമിടയായി. അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നതിനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാനും, ആ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചപ്പാത്തി അല്ല, നമ്മളുടെ ഗോതമ്പുണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അവിടുത്തെ ചപ്പാത്തി വേറെ രീതിയാ. അത് കൃഷി ഏടായ ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഗോതമ്പ് ഉണ്ടാക്കുന്നതും മൈദ ഉണ്ടാക്കുന്ന കാര്യം പറയാനായിട്ടാണ് നിന്നത്. പുള്ളി പറഞ്ഞ് അങ്ങ് പോവുക. കാരണം അറിയാമോ, ഈ ഇദ്ദേഹത്തിന് മാക്സിമം ടൈം കട്ട് ചെയ്തിട്ട് ചുരുക്കി വേണം ബൈക്ക് കൊടുക്കാൻ. അതിനാ ആ സന്ദർഭത്തിലൊക്കെ പരിശുദ്ധാത്മ എത്ര ഞെരുങ്ങുന്നുണ്ടെന്ന് അറിയാമോ? ആ ദൈവദാസരുടെ വന്ന ജനത്തോട് ഇടപെടാൻ, ദൂത് പകരാൻ താല്പര്യത്തോടെ നിയോഗത്തോടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം പോലും കെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നോ, നന്നായി വചനം സംസാരിക്കുന്ന ദേവദാസനാണെന്നുണ്ടെങ്കിൽ ഒറ്റ വാക്ക് ഇൻട്രൊഡക്ഷൻ പറയാൻ നിൽക്കരുത്. വളരെ വേഗത്തിൽ 1 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുക്കത്തക്ക നിലയിൽ വേഗത്തിൽ കർത്താവദാസനെ വയസ്സുടിക്ക് ക്ഷണിക്കണം. അദ്ദേഹം വയസ്സുശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് മേളിൽ കയറി മേളിടാൻ നിൽക്കരുത്. ചിലര് ഒരു ദേവദാസൻ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ പ്രിയമുള്ളവര്, കർത്താവദാസൻ നമ്മൾ കേട്ടതായ വചനത്തെ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾക്കിതേയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൽ അവിടെ കേട്ടപ്പെട്ടതായ ഒരു കഥയെ കുറിച്ച് നമ്മൾ ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ തക്കൊണ്ണമായി ഇടയാത്തീരുവാൻ തക്കൊണ്ണം സാധിച്ചല്ലോ. എത്ര തക്കവണ്ണം പൊക്കവണ്ണം ക്യുബിക്കടിയും വന്നെന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. നല്ല വചന ശുശ്രൂഷയാണെങ്കിൽ എല്ലാവരും ഒരു പാട്ടൊക്കെ പാടി സന്തോഷിച്ചതിന് ശേഷം കേൾക്കപ്പെട്ട ആ ദൂതിനു മുമ്പാകെ നമ്മുടെ തലകളെ മടക്കി പ്രാർത്ഥിച്ച് സമർപ്പിച്ച ആ ദൂത് ഏറ്റെടുക്കാം. വചനപ്രകാരം ജീവിക്കാൻ കൃപ നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാവൂ. അല്ലാതെ അതിനിടയ്ക്ക് ഒന്നുകൂടെ ഇളക്കി അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ആവർത്തിച്ച് അതിന്റെ കൂടെ പിന്നെ നമ്മളെ കൂടെ തിരികെ കയറ്റി ഇങ്ങനൊന്നും ചെയ്യരുത്. അതൊക്കെ കാണുമ്പോൾ അതൊക്കെയാണ് ഈ ആത്മീയ ശൈശവത്വത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ. അതിനോട് കൂടെ എനിക്ക് ഈ പോയിന്റും കൂടെ പറയാനുണ്ടായിരുന്നു കയറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു വന്ന പോയിന്റ് കൊടുത്ത് നമ്മുടെ കയ്യിൽ ഇരുന്നും കൂടെ തിരികെ കയറ്റുന്നത് എന്ന് കരുതി ആ ശുശ്രൂഷയുടെ ആത്മനിയോഗത്തിന്റെ അന്തരീക്ഷത്തിനനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പ്രേരിപ്പിച്ചാൽ പറയരുതെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ഞാൻ കാടടച്ച് ഓടി വെച്ചെന്ന് എഴുതി പോകരുത്.
ഉണ്ടോ? ഇനി ഇതിപ്പോ ഞാൻ ഈ പോയിന്റ് ഇനി അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എബ്രായറിൽ നമ്മൾ വായിക്കുകയാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കട്ടിയുള്ള ആഹാരത്തെ അബ്സോർബ് ചെയ്യാൻ. എന്താണ് കാരണം? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണല്ലോ നാം കഴിക്കുന്ന ഫുഡിനകത്തുനിന്ന് ന്യൂട്രീഷൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഈ അബ്സോർബ് വലിച്ചെടുക്കുന്നത്. നമ്മൾ കേൾക്കുന്ന ദൈവവചന ശുശ്രൂഷയിൽ നിന്ന് വേണം നമ്മുടെ അകത്തെ മനുഷ്യന് ആവശ്യമായ പോഷകങ്ങൾ കിട്ടേണ്ടത്. അതിന് പറ്റുന്ന സിസ്റ്റം അകത്ത് വേണമെന്നാ പൗലോസ് ഈ പറയുന്നേ. അത് പറഞ്ഞു ബോധ്യമാക്കി അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണ്ടേ? ഇല്ല. നമ്മൾ അതിന് പകരം മുഴുവൻ പാലിന് ഇടപാടുണ്ട്. വരുന്ന എല്ലാ ദേവദാസന്മാരുടെ കയ്യിലും വലിയ ബോട്ടിലുമായിട്ടാ വരുന്നത്. നിപ്പിളിട്ട ബോട്ടിലുമായിട്ട് കൊണ്ടുവന്നേക്കുക. ഇന്ന് പകലിൽ നിന്റെ കടഭാരത്തെ ദൈവം എടുത്തു മാറ്റുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഇത്ര കേൾക്കാനുള്ളൂ. ഇതെല്ലാം കഴിയുമ്പം എല്ലാവരുടെ കരം കൊടുത്തി യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടോ. എല്ലാം കൂടെ ആണ്ട് അങ്ങ് മറ്റേ അവിടെ വിളിക്കുന്നത് പോലെ എല്ലാം കൂടെ എരിമയിലൊക്കെ കാണത്തില്ല, അതുപോലെ കടന്ന് വിളിക്കുക. വാക്ക് കൊണ്ട് ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് വല്ല കാര്യം വല്ല അറിയാം, ചുമ്മാ കടന്ന് വിളിക്കുക. അങ്ങനല്ല. നമ്മൾ ഉറക്കെ വിളിച്ചും ചിന്തിക്കുന്ന അങ്ങനൊന്നും അല്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഞാൻ അവസാനിപ്പിക്കാം. ലാസറിന്റെ കല്ലറയ്ക്ക് വന്നിട്ട് യേശു കരഞ്ഞു. അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, ലാസറിന്റെ കല്ലറയ്ക്ക് നിർത്താവ് ലാസറി പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു, അല്ലേ? ലാസറിന്റെ കാലിൽ കർത്താവ് ഉറക്കെ വിളിക്കുകയോ അലറി വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ അവിടെ പറഞ്ഞ വാക്ക് ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടോ? അത് അവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എബ്രായ അക്ഷരമാലയിലെ രണ്ടാമത്തെ അക്ഷരമാണ് ബൈറ്റ്. ബൈറ്റ്, അലഫ്, ബൈറ്റ്, ഗിമൽ, ദാലത്ത്, അങ്ങനെയുള്ള അക്ഷരം പോകുന്നത്. ആ രണ്ടാമത്തെ അക്ഷരമായ ബൈറ്റ് എന്നുള്ളത് 3 സിലബിൾ, 3 സൗണ്ട് ആണുള്ളത്. ബ ഇ ട്, ബ ഇ ട്. അതിൽ ആ 3 സിലബിൾസ് ഉള്ളതിൽ ആദ്യത്തെ സിലബിളെ കർത്താവ് ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരക്ഷരമാണത്. ബൈറ്റ് എന്ന ഒറ്റ അക്ഷരം. നമ്മൾ ഇംഗ്ലീഷിൽ W എന്നൊക്കെ പറയും പോലെ അത്ര ഉച്ചാരം വരുന്നില്ലേ? അതുപോലെയല്ല ബൈറ്റ് കേട്ടോ. ഞാൻ ഉച്ചാരണത്തിന്റെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ രണ്ടാമത്തെ അക്ഷരമായ ബൈറ്റ്, ബ ഇ ട്, 3 ശബ്ദമുണ്ട് ആ ഒറ്റ അക്ഷരത്തിന്. 3 ശബ്ദമുള്ള ആ ഒരക്ഷരത്തിന്റെ ആദ്യത്തെ സൗണ്ട് മാത്രമേ കർത്താവ് ഉപയോഗിച്ചുള്ളൂ. ബൈറ്റ് എന്ന് മുഴുവനും പറഞ്ഞില്ല. പിന്നെയോ കല്ലറുടെ വാതക്ക് ചെന്ന കർത്താവ് ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെ മാനിക്കാൻ പോകുന്ന ഓർത്ത് നന്ദിയോടെ കണ്ണീർ തൂകിയിട്ട് ബ ഇത്രേ പറഞ്ഞു. അല്ലെ നമ്മൾ കേൾക്കുമ്പോൾ ലാസറേ പുറത്തു വാ എന്നൊന്നും വിളിച്ചില്ല. അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടോ? ചിലർ വാദിക്കുന്ന കർത്താവ് ബ ഇത്രേ പറഞ്ഞു. ആ അക്ഷരം മുഴുവൻ ഉച്ചരിച്ചില്ലെന്ന്, ഒരക്ഷരം മുഴുവൻ ഉച്ചരിച്ചില്ലെന്നുള്ള ഞാൻ ഈ പറഞ്ഞത് ആർക്ക് മനസ്സിലാവുന്നോവാ? നിങ്ങൾ സത്യമായിട്ട് പറ, ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കണം. ഇല്ല ഞാൻ നിങ്ങൾക്ക് ഈ പാല് നോക്കി നോക്കുവോ? എന്റെ കയ്യുടെ പാല് നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട. തൈര് കിട്ടുകയല്ലേ പിന്നെ ആ പാല്. സ്വോത്രം. മനസ്സിലാവുന്നോ? ആ അക്ഷരത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രമേ ഉച്ചരിച്ചുള്ളൂ. നാറ്റം വെച്ച ലാസർ പുറത്തു വന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരക്ഷരത്തിന്റെ ഒരു ഭാഗം മാത്രം ഉപയോഗിച്ചപ്പോൾ ഇത്രയും വലിയ മിറക്കിൾ നടന്നെങ്കിൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ? അല്ല നമ്മൾ ഈ പറയും പോലെ എന്റെ പെരക്കകത്ത് കയറരുത്, ഒരു വാക്ക് മുതലുള്ള പാട്ട് എഴുതിയത് പോലെ അല്ലിത്. സഹസാധിപം പറഞ്ഞതിന്റെ പിന്നിൽ ടെക്നിക്ക് പിടി കിട്ടിയോ? നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ പ്രത്യേക സൗഖ്യാവും എന്ന് പറഞ്ഞത്. ഒരക്ഷരം ചെയ്തതിന്റെ സാക്ഷ്യം വഹിച്ചേച്ച് നിൽക്കുക. അത് ഒരക്ഷരം മുഴുവൻ ഉപയോഗിച്ചില്ല, ഒരക്ഷരത്തിന്റെ ഒരു ചെറിയ അംശം. നമുക്കൊണ്ട് കർത്താവ് ഒരക്ഷരം മുഴുവൻ ഒന്ന് ഉച്ചരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി?
മനസ്സിലാകും. നമ്മുടെ സ്ഥിതി മാറാൻ ഒരക്ഷരം മുഴുവൻ പറയണ്ടെന്ന് ദൈവത്തിന്. കൃപയാൽ നിങ്ങൾ ദൈവത്തെ സേവിപ്പാനും ആ ദൈവത്തെ അറിയാനും ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. സ്തോത്രം. എത്ര ശ്രേഷ്ഠമാണല്ലേ. യെസ്. ഒന്നുമല്ലാതെ നമ്മളോട് ദൈവം കാണിച്ച സ്നേഹം, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നു ദോഷിയാം എന്നെയും നാഥ, പോഷിപ്പിക്ക പത്യവചനമാം ക്ഷീരത്താലെന്നെ, പോഷിപ്പിക്ക പദ്യവചനമാം ക്ഷീരത്താലെന്നെ, നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച്, നിർമ്മലത്തോയം നിത്യം കുടിപ്പിച്ച്, പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നോനെ, തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഇത്ര മനോഹരമായ പാട്ടല്ലേ. നിർത്തിയിടുക കളങ്കമില്ലാതെ, കറയില്ലാതെ എന്നെ. സ്തോത്രം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പാടാം. സമയത്തിന് മുന്നോട്ട് പോയി അവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ആത്മീക വളർച്ചയുടെ ഈ ഭാഗം ഒന്ന് വിശദമായിട്ട് പഠിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ വന്നോളാം. ഏതായാലും ദൈവം ടൈം അനുസരിച്ച് നമുക്ക് ദൈവജനം പഠിക്കല്ലേ. ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ചും ശിശുപിള്ളോക്കൊക്കെ ഇത് ഒരുപാട് പ്രയോജനപ്പെടുകയും നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ കുടിവരവുകളിൽ ഈ കേൾക്കുന്ന ദൈവജനം ജനത്തിന് പറഞ്ഞു കൊടുക്കുകയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഒരുപാട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രകാശനമായി തരികയും അതും കൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് മറ്റുള്ളവരെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്താൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിപ്പിക്കുന്നു.